സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. ആ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. തുള്ളിച്ചാടിക്കൊണ്ടാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പടച്ചവനെ അവിടുന്ന് ചോദിക്കുന്നു, എന്തേ ജാബിറെ നീ തുള്ളിച്ചാടി കൊണ്ടുവരുന്നല്ലോ, എന്തു പറ്റി ഇത്ര സന്തോഷം, എന്തേ ജാബിറെ? ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാ. എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി നബി തങ്ങൾ. ആ സന്തോഷത്തിലാണ് ഞാൻ തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യുദ്ധത്തിന്റെ അമീറാക്കി അവിടുന്ന് തെരഞ്ഞെടുത്തു. ആ സന്തോഷം കൊണ്ടാണ് വീട്ടിലേക്ക് ചാടിക്കൊണ്ട് കടന്നു വന്നത്. പടച്ചവനെ, ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ രണ്ടാമത് ഇസ്ലാമിന്റെ കൊടി പിടിച്ച് യുദ്ധം നയിക്കണേ. രണ്ടാമത്തെ സ്വഹാബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ജാബിറെ, നീ കൊടി പിടിക്കണേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ 3 പേരോടും പറഞ്ഞു, ഒന്നാമത് നീ ഷഹീദാകും, രണ്ടാമത് നീ ഷഹീദാകും, മൂന്നാമത് നീ ഷഹീദാകും. 3 പേരോടും നബി തങ്ങൾ മരണം പറഞ്ഞടോ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടിയിട്ടാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. പടച്ചവനെ, മരിക്കുമെന്നുറപ്പാണ്. പിറ്റേ ദിവസം അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. തന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. ആ സ്വഹാബിക്കറിയാം ഇനി തിരിച്ചു വരില്ലെന്ന്. ആ ജാബിർ തങ്ങൾക്കറിയാം ഇനി ഞാൻ തിരിച്ചു വരില്ലെന്ന്. പടച്ചവനെ, സലാം പറഞ്ഞു ഇറങ്ങുകയാണ്. പടച്ചവനെ, യുദ്ധക്കളത്തിൽ പോയി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. രണ്ടാമത്തെ സ്വഹാബി ഇസ്ലാമിന്റെ കൊടി പിടിച്ചു, വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുത്തു. സുബ്ഹാനല്ലാഹ്.